ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ്. അപ്പോൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലത്തെ നെക്ക് ഡിസൈനാണ് ഇന്ന് നമ്മൾ ചെയ്യണത്. വി ഷേപ്പുള്ള കോളറോട് കൂടിയിട്ടുള്ള നെക്ക് ഡിസൈനാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതിനും വിഷുവിനൊക്കെ നമ്മൾ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെ ഒരു കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ചുരിദാറിന്. അപ്പോൾ 3.5 ഇഞ്ച് കഴുത്താണ് കേട്ടോ ഞാൻ വീതി എടുത്തിരിക്കുന്നത്. പിന്നെ 9 ഇഞ്ച് ലെങ്ത്താണ് എടുക്കുന്നത്. നമ്മൾ എത്ര ഇഞ്ച് ലെങ്ത്താണോ എടുക്കുന്നത് ആ ലെങ്ത്തിൽ നിന്ന് 2 ഇഞ്ച് കൂട്ടിയിട്ട് കേട്ടോ നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ 3.5 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 9 ഇഞ്ച് ലെങ്ത്തുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 9 ഇഞ്ച് ലെങ്ത്തിൽ വേണം നമുക്ക് വി ഷേപ്പ് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഞാൻ ആദ്യം ആ സൈഡിലാണ് അളവ് അടയാളപ്പെടുത്തിയത്. നമുക്ക് ഈ ഫോൾഡ് ചെയ്ത സൈഡിലായിരിക്കണം കേട്ടോ അളവ് അടയാളപ്പെടുത്തേണ്ടത്. എന്നിട്ട് അവിടെ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഇനി ആ അടയാളപ്പെടുത്തിയതിലേക്കാണ് നമ്മൾ വി ഷേപ്പ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ 3.5 ഇഞ്ചിൽ നിന്ന് ഈ 1/2 ഇഞ്ച് വരച്ചിട്ട് അതിലേക്ക് ഒരു വി ഷേപ്പ് വരച്ചു കൊടുക്കാം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. ഇതുപോലെ നമുക്ക് ആ 1/2 ഇഞ്ചിലേക്കാണ് കേട്ടോ നമുക്ക് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ചിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് കേട്ടോ കിട്ടണത്. ഇനി ഈ ഒരു ഷേപ്പ് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒന്നുകൂടി പറയാം, 3.5 ഇഞ്ച് വീതിയും ലെങ്ത്ത് 9 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ഇഞ്ച് നമ്മൾ താഴെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ആ 1/2 ഇഞ്ചിലേക്കാണ് നമ്മൾ വി ഷേപ്പ് വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വീണ്ടും പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 3.5 ഇഞ്ച് മുകളിലും 9 ഇഞ്ച് കഴുത്തിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ 1/2 ഇഞ്ച് താഴെയും അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ലൈനിങ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ലൈനിങ് ഇല്ലാതെയും തയ്ക്കാം കേട്ടോ. ഞാൻ ഈ മിക്കവാറും എല്ലാ ടോപ്പിനും തന്നെ ലൈനിങ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അതുകൊണ്ടാണ് ലൈനിങ് ഇട്ട് തയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ് ഇല്ലാതെയും തയ്ക്കാം കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് വെട്ടിയ പീസ് മാറ്റിക്കളയാം. ഇനി നിവർത്തിയെടുക്കുമ്പോൾ നമുക്ക് കാണുന്ന ഷേപ്പ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വിടർത്തി കഴിയുമ്പോൾ ഇതുപോലെ ഷേപ്പാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് ബാക്ക് പീസ് എടുത്തിട്ട് ഈ ബാക്ക് പീസും ഫ്രണ്ട് പീസും യോജിപ്പിക്കണം. അതിനായിട്ട് നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെയാണ് നമ്മൾ ഷോൾഡർ യോജിപ്പിച്ചെടുക്കുന്നത്. ഷോൾഡർ ഇപ്പോൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എത്ര കോളറിൻ്റെ അളവ് എത്ര വേണമെന്നുള്ളത് നമുക്കൊന്ന് അളന്നെടുക്കാം. നമ്മൾക്ക് അളവെടുക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് വേണം അളവെടുക്കാനായിട്ട്. അപ്പോൾ ആ സൈഡിൽ നിന്ന് അളവെടുക്കുമ്പോൾ ഒരു 2 ഇഞ്ച് താഴേക്ക് ഇറക്കി വെച്ചിട്ട് വേണം അളവെടുക്കാനായിട്ട്. ഇങ്ങനെ 2 ഇഞ്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചുറ്റും ഇങ്ങനെ അളവെടുത്ത് വരാം കേട്ടോ. ചുറ്റും അളവെടുത്ത് വരുമ്പോൾ ഈ ഷോൾഡറിൻ്റെ ഭാഗം വരുമ്പോൾ ഇതുപോലെ കറക്കിയെടുക്കുക. എന്നിട്ട് കറക്റ്റ് കഴുത്തിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വരെ നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു 15 ഇഞ്ചാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 15 ഇഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 15ൻ്റെ ഇരട്ടിയാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം നമ്മൾ ഒരു സൈഡ് മാത്രമാണ് അളവെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 2 സൈഡിലേക്കുള്ള കോളർ ആവശ്യമുണ്ട്. അതുകൊണ്ട് 30 ഇഞ്ച് ലെങ്ത്തും വേണം കേട്ടോ. 3 ഇഞ്ച് വിട്ടുമാണ് നമ്മൾ എടുക്കുന്ന കോളറിന് വേണ്ടത്. നമ്മൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ എടുത്താലും മതി. അപ്പോൾ നമുക്ക് 15 ഇഞ്ചാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് 15ൻ്റെ ഇരട്ടി എടുക്കുക 30. അതുപോലെ തന്നെ വീതി നമ്മൾ എടുക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 30 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിട്ടുമാണ് നമ്മുടെ കോളറിന് എടുക്കുന്നത്. ഇതുപോലെ വരച്ചതിന് ശേഷം 3 ഇഞ്ച് വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഒരു പീസ് തുണി ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് 1.5 ഇഞ്ചാണ് കട്ട് ചെയ്യണത്. അപ്പോൾ അത് വിടർത്തി കഴിയുമ്പോൾ 3 ഇഞ്ചായിട്ട് കിട്ടും കേട്ടോ. ഞാൻ നല്ലതുപോലെ ആ ഒരു പീസ് തുണീനെ 2ആയിട്ട് മടക്കി ഫോൾഡ് ചെയ്ത് അയൺ ചെയ്തതിന് ശേഷമാണ് വെട്ടിയെടുക്കുന്നത്. എന്നിട്ട് 1.5 ഇഞ്ചിൽ വെട്ടിയിട്ട് ഇതുപോലെ വിടർത്തിയെടുക്കുമ്പോൾ നമുക്ക് 3 ഇഞ്ച് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നിവർത്തിയിട്ടതിന് ശേഷം 3 ഇഞ്ച് വീതിയിൽ വെട്ടിയെടുത്തിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് അയൺ ചെയ്തെടുത്താലും മതി. ഇങ്ങനെ ഒരു പീസാണ് നമ്മൾ കോളറിന് വേണ്ടി എടുക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്ക്കണതെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആ 1/2 ഇഞ്ച് വെട്ടി വെച്ചിരിക്കുന്ന ഭാഗത്ത് 2 കോർണറിലും ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ കട്ടിട്ട ഭാഗത്ത് നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. 2 ഇഞ്ച് താഴേക്ക് ഇറക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ആ കട്ടിട്ട ഭാഗത്ത് നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഇങ്ങനെ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഷോൾഡർ യോജിപ്പിച്ചിരിക്കുന്ന ആ ഭാഗത്ത് വരുമ്പോൾ സൂചി കുത്തി നിർത്തിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾക്ക് കറക്കിയെടുത്ത് തയ്ക്കാനായിട്ട്. ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ചുരിദാറിനെ തിരിച്ചതിന് ശേഷം കോളർ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് തയ്ക്കാം. അങ്ങനെ നമുക്ക് ഇങ്ങേ അറ്റം വരെ നമുക്ക് തയ്ച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക.
ഈ രണ്ടാമത്തെ ഷോൾഡറിൻ്റെ അവിടെ വരുമ്പോഴും നമ്മൾ സൂചി കുത്തി നിർത്തിയതിന് ശേഷം വേണം കേട്ടോ തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോഴാണ് കറക്റ്റ് നമ്മളുടെ ആ കോളർ അവിടെ ആ ഒരു കോർണറിൽ പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ദാ ഇവിടെ വരുമ്പോൾ നമുക്ക് സൂചി കുത്തി നിർത്തിയതിന് ശേഷം കോളർ തുണി ഇതുപോലെ തിരിച്ചെടുത്ത് വേണം കേട്ടോ തയ്ക്കാനായിട്ട്. അപ്പോൾ താഴെ എഡ്ജ് വരെ നമുക്കിതുപോലെ തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല 1/2 ഇഞ്ചിൻ്റെ ആ ഭാഗത്തായിട്ട് കട്ട് ചെയ്ത ആ ഭാഗത്ത് വരുമ്പോൾ കെട്ടിട്ട് അടിച്ച് നിർത്തുക കേട്ടോ. എന്നിട്ട് നൂല് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ കെട്ടിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളുടെ ബാലൻസ് വന്ന പീസ് നമ്മൾ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അതിന് മുന്നേ ആയിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ ജസ്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കോളറിൻ്റെ പുറം സൈഡ് ഉള്ളിലേക്ക് വെച്ച് പതിച്ച് വെച്ച് അടിക്കണം കേട്ടോ. നമ്മൾ ഞാൻ ഈ കാണിക്കണത് പോലെ അടിച്ചെടുത്താൽ മതി. ഇതുപോലെ കോളറിനെ പരത്തി വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാം. നല്ല ഭാഗത്ത് തന്നെയാണ് കേട്ടോ തയ്യൽ വരുന്നത്. ഇങ്ങനെ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പീസിനെ നമുക്ക് ഉള്ളിലേക്ക് കോണായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഞാൻ ഈ വയ്ക്കണ പോലെ വെച്ചിട്ട് നമുക്ക് 1/2 ഇഞ്ച് കട്ട് ചെയ്ത ആ ഭാഗത്ത് നമുക്കൊരു ചെറിയ തയ്യൽ തുമ്പുണ്ടാവും. അത് നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ച് ഫ്രണ്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് അവിടെ തീർന്നിട്ടുണ്ടാവും. ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് കെട്ടിട്ട് നിർത്താം കേട്ടോ. ഇതുപോലെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് അടിച്ച് കെട്ടിട്ട് നിർത്താം. ഇപ്പോൾ നമ്മളുടെ വീനക്ക് കഴുത്ത് ഇവിടെ നല്ലതുപോലെ ഫിനിഷിംഗ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമുക്കിതിൻ്റെ ഫിനിഷിംഗ് ഒന്ന് നോക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ചുരിദാർ ഫുള്ളായിട്ട് തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്കാണിത്. ഇങ്ങനെയാണ് കേട്ടോ നമ്മളുടെ നെക്ക് വരുന്നത്. ഞാൻ ബോട്ടത്തിൻ്റെ പീസ് എടുത്തിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നെക്ക് ചെയ്യുമ്പോൾ വേറെ പീസ് വെച്ചിട്ട് തയ്ക്കുമായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള സെയിൽ വീഡിയോയിൽ ഏതെങ്കിലും മെറ്റീരിയൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീണ്ടും നമ്മളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും ഇതുപോലുള്ള ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സെയിൽ വീഡിയോ ആയിരിക്കും മിക്കവാറും നമ്മുടെ ചാനലിൽ കാണുന്നത്. ഇതുപോലെ എന്തെങ്കിലും പ്രത്യേകതയുള്ള വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ ഇടുന്നതായിരിക്കും.